ഞാൻ ഇതിനു മുമ്പ് വായിച്ച കാര്യങ്ങളൊന്നും ആവർത്തന വിരസതയോടുകൂടി വായിക്കേണ്ടി വന്നിട്ടില്ലാത്ത, എനിക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, ചരിത്ര സത്യങ്ങൾ ഏറ്റവും നന്നായിട്ട് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇത് നല്ല കണ്ടന്റ് ഉണ്ട് ഈ പുസ്തകത്തിൽ. ഇത് നമ്മളെ കൂടുതൽ വായിക്കാനും കൂടുതൽ അന്വേഷിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ മനസ്സിൽ പോലും ഉണ്ടായിരുന്ന പല ആശയപരമായ സംഘർഷങ്ങൾക്കും കൃത്യമായ മറുപടി, യുക്തിഭദ്രമായ മറുപടി ഈ പുസ്തകത്തിൽ നൽകുന്നുണ്ട്. വലിയ അവകാശവാദങ്ങളൊന്നും വയ്ക്കാതെ കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെ, വാദമുഖങ്ങളിലൂടെ എന്താണ് സംഭവിച്ചതെന്നും എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വൈക്കത്തെ ഗാന്ധിജിയും അംബേദ്കറും എന്നതാണ് വിഷയം എങ്കിൽ പോലും അംബേദ്കറും ഗാന്ധിജിയും തമ്മിൽ നടന്ന ആശയപരമായ സംഘർഷങ്ങളുടെ വലിയ ചരിത്രവും, അത് അവർക്ക് ശേഷം, ഗാന്ധിക്കും അംബേദ്കറിന് ശേഷം നമ്മുടെ രാജ്യം അത് എങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു, എങ്ങനെയെല്ലാം അതിനെ വേണ്ട രീതിയിലും വേണ്ടാത്ത രീതിയിലും കൊണ്ടുപോകുന്നു എന്നെല്ലാം ഈ പുസ്തകം കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട്. ചരിത്ര സംഭവങ്ങളുടെയും ഗാന്ധിജിയെയും അംബേദ്കറിനെയും കുറിച്ച് എഴുതി അവരുടെ ജീവചരിത്രങ്ങൾ എഴുതിയ ആ എഴുത്തുകാരെയും ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ വാദമുഖങ്ങൾ ഉയർത്തുന്നത്. യഥാർത്ഥത്തിൽ ഗാന്ധിയും അംബേദ്കറും രണ്ട് സമാന്തര പാതകളിൽ സഞ്ചരിച്ചവരാണോ? അവരുടെ ലക്ഷ്യം വളരെ വളരെ വ്യത്യസ്തമായിരുന്നു. ലക്ഷ്യമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? രാഷ്ട്രീയ പ്രവർത്തനം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള തീക്ഷ്ണമായ പ്രയത്നം, അധസ്ഥിത വിഭാഗങ്ങളെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ, ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് നടന്നിട്ടുള്ളത്? ഇത് ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി, അവൻ്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി, അവൻ്റെ സങ്കടങ്ങൾ മാറ്റുന്നതിന് വേണ്ടി, നൂറ്റാണ്ടുകളോളം ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ജനസമൂഹങ്ങളെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ പോരാട്ടങ്ങളുടെ മുന്നണിയിൽ നിന്നവരാണ് അവർ രണ്ടുപേരും. ഒരു സംശയമില്ല, അക്കാര്യത്തിൽ സംശയമില്ല. അവരെങ്ങനെ അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളെ നോക്കിക്കണ്ടു എന്നതിലാണ് വ്യത്യസ്ത. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവായിരുന്നു. ഇവിടെ പറയുന്നുണ്ട് 1915 സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള അനുഭവങ്ങളുമായി തിരിച്ചു വരികയും ഗോപാലകൃഷ്ണ ഗോഖലെ എന്നുള്ള രാഷ്ട്രീയ ഗുരുനാഥൻ രാഷ്ട്രീയം കുറേ നാളത്തേക്ക് സംസാരിക്കരുതെന്നും പിന്നീട് ഇന്ത്യ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഇന്ത്യയിലെ ജനങ്ങളെയും ഇന്ത്യയെയും കുറിച്ച് മനസ്സിലാക്കണമെന്നുള്ള ഉപദേശം കേട്ട് രാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ഒരാൾ തിരിച്ചു വന്ന് ദേശീയ പ്രസ്ഥാനത്തിൽ അംഗമായി അതിൻ്റെ നേതൃത്വത്തിലേക്ക് കടന്നു വന്ന് പൂർണ്ണ സ്വരാജ് എന്നുള്ളൊരു ആശയം മുന്നിൽ വെച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വൈദേശികാധിപത്യത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാൻ ശ്രമിച്ച ഒരാൾ. മറ്റൊരാൾ നൂറ്റാണ്ടുകളോളം തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സവർണ മേധാവിത്വത്തിൻ്റെ ചവിട്ടേറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനസമൂഹത്തെ ഈ സവർണ മേധാവിത്വത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, അവർക്കൊരു സ്വത്വമുണ്ടാക്കണം, അവരുടെ സ്വത്വബോധത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ. രണ്ടുപേരും പരിശ്രമിച്ചത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, വൈദേശിക ആധിപത്യത്തിനെതിരായിട്ടാണ്. രണ്ടുപേരും തുടക്കകാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ പോസിറ്റീവായി കണ്ട ആളുകളാണ്. ബ്രിട്ടീഷ് ആധിപത്യം നന്മയുണ്ടാക്കുമെന്ന് തെറ്റായി വിചാരിച്ചവരാണ് രണ്ടുപേരും. പിന്നീട് അവർ തിരുത്തുകയാണ്. ഗാന്ധിയുടെ ജീവിതം വളരെ വ്യക്തമാണ്. സ്വയം നവീകരണത്തിന് എപ്പോഴും വിധേയമായി കൊണ്ടിരുന്ന ഒരാൾ. താൻ പണ്ട് ചെയ്ത തെറ്റുകളെല്ലാം തെറ്റുകളായിരുന്നു, അത് ശരിയല്ലായിരുന്നു എന്ന് സ്വയം വിമർശനത്തിലൂടെ കണ്ടെത്തി സ്വയം നവീകരണത്തിലൂടെ ആത്മശുദ്ധി വരുത്തി വ്യക്തത, ആശയങ്ങളുടെ വ്യക്തത വരുത്തി മുന്നോട്ട് പോയ ഒരാൾ. ഇവിടെ അംബേദ്കറും ഗാന്ധിയുമായിട്ടുള്ള സംഘർഷങ്ങൾക്കിടയിൽ ഇതെല്ലാം പറയുന്നുണ്ട്. ഗാന്ധി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പൂർണ്ണ സ്വരാജ് എന്നുള്ളൊരു ആശയമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്നത്?
ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടന്ന സമരമായിരുന്നില്ല. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരത്തോടൊപ്പം തന്നെ ഈ ജീവിതത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ജീവിതത്തിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടിയിട്ടുള്ള ഇതിലെ സാമൂഹ്യ പരിഷ്കരണം കൂടിയായിരുന്നു എന്നാണ് ശ്രീ ബോബി തോമസ് പറയുന്നത്, ഈ പുസ്തകത്തിൽ പറയുന്നത്. ആ സാമൂഹ്യ സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി കൂടി നടത്തിയ സമരമായതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരങ്ങളിൽ നിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വ്യത്യസ്തമാക്കുന്നതാണ്. ആ സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടായിരുന്നു. 1920 അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഐക്യത്തിനെതിരായ പ്രമേയം പാസ്സാക്കുന്നത്. മലയാളിയായ TK മാധവനാണ് ഐക്യത്തിനെതിരായിട്ടുള്ള പ്രമേയം പാസ്സാക്കുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ തുടർച്ചയാണ്, അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, 100 വർഷക്കാലം മുമ്പ് നടന്ന ഒരു സമരം. നമ്മൾ ആ സമരത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു സമരമാണെന്ന് നടന്നത്. എന്തായിരുന്നു ലക്ഷ്യമെന്ന് ചോദിച്ചാൽ, വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നടവഴിയിലൂടെ സവർണർക്കും മൃഗങ്ങൾക്കും, പന്നിക്കും പട്ടിക്കും എന്നാണ് പറയുന്നത്, നടക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് അധസ്ഥിത വർഗ്ഗക്കാർക്ക് കൂടി നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ ഒരു പോരാട്ടം. ആ പോരാട്ടത്തെ എങ്ങനെയാണ് സവർണ വിഭാഗങ്ങൾ അതിനെ കൈകാര്യം ചെയ്തത്? ആമച്ചാരി തേവനെ കുറിച്ച്, ചിറ്റേത്ത് ശങ്കുപിള്ളയെ കുറിച്ചൊക്കെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ചുണ്ണാമ്പ് തേച്ച് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയ ആമച്ചാരി തേവൻ ജീവിച്ചിരുന്ന ആമച്ചാരി തുരുത്തിൽ ഞാൻ പോയിരുന്നു കഴിഞ്ഞ വർഷം. അവിടെ ഞങ്ങളൊരു സ്മാരകം ഉണ്ടാക്കിയിട്ടുണ്ട് ആമച്ചാരി തേവന് വേണ്ടി. ചിറ്റേത്ത് ശങ്കുപിള്ള എനിക്ക് തോന്നുന്നു ഈ ആറന്മുളയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ തല്ലിക്കൊല്ലുകയാണ് ചെയ്തത് അന്നത്തെ സവർണ മേധാവിത്വം. ആ സമരത്തിൽ 100 വർഷം മുമ്പ് TK മാധവനും പിന്നീട് മന്നത്ത് പത്മനാഭനും മഹാത്മാഗാന്ധിയും EV രാമസ്വാമി നായിക്കരും എല്ലാം ഉൾപ്പെടെ വന്ന ഒരു വലിയ സമരം. ആ സമരം കേരളത്തിലെ അതുവരെ നിന്നിരുന്ന സാമൂഹ്യ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാൻ വേണ്ടി കൂടി നടത്തിയ സമരമാണ്. ഗാന്ധിജിയുടെ പൂർണ്ണമായ അനുഗ്രഹത്തോടു കൂടി നടത്തിയ സമരമാണ്. ഞാൻ ചിലപ്പോൾ ആലോചിക്കും, 600 ചില്ലാൻ ദിവസം എങ്ങനെ സമരം നടത്തിയെന്ന്. ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാളാണ്. ഒരു സമരം നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒരു സമരം നടത്താൻ എളുപ്പമാണ്. ആ സമരത്തിന്റെ കോഴ്സ് നിലനിർത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്. ഞാനിന്ന് അനുഭവിക്കുന്ന ഒരാളാണ്. കാരണം പുതിയ പുതിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വിഷയങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകും. ഞാൻ ചെയ്യുന്നത് എന്താ, ഞാൻ വേണമെങ്കിൽ 5000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു സമരം നടത്തും. ഗാന്ധി ചെയ്തതിലെ വ്യത്യാസം എന്താ? അദ്ദേഹത്തിന് 5000 പേരുണ്ടെങ്കിൽ 5 പേരെ ഒരു ദിവസം വെച്ച് അദ്ദേഹം 1000 ദിവസം സമരം നടത്തും. അതാണ് ഗാന്ധിയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അതാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ ഞാൻ വായിക്കുമ്പോൾ തോന്നും, ഗാന്ധി പിന്നീട് രാജ്യത്താകമാനം നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിന്റെ, സത്യാഗ്രഹ സമരത്തിന്റെ എല്ലാം പരീക്ഷണശാലയായിരുന്നു വൈക്കം. 603 ദിവസം പറഞ്ഞിട്ടുണ്ട്. സമരത്തിൽ പറഞ്ഞിട്ടുണ്ട് 2 പേര് നിൽക്കും 6 മണിക്കൂർ വീതം, രാവിലെ 6 മണി തൊട്ട് 12 മണി വരെ. അത് കഴിഞ്ഞ് വേറൊരു 2 പേര് വന്ന് 12 മണി മുതൽ 6 മണി വരെ നിൽക്കും. പേമാരി വന്നാലും വെള്ളപ്പൊക്കം വന്നാലും കഴുത്തറ്റം വെള്ളം വന്നാലും അവരവിടെ തന്നെ നിൽക്കും. പേടിയില്ല, ഭയമില്ല. ആളുകൾ വന്ന് മർദ്ദിക്കുകയും ചവിട്ടുകയും നിലത്തിട്ട് ഉരുട്ടുകയും ഒക്കെ ചെയ്യും. സവർണ ഹിന്ദുക്കൾ വന്ന് ഇടയ്ക്ക് വന്ന് ചുണ്ണാമ്പ് തേക്കും കണ്ണിലെ കാഴ്ച പോവാൻ, എന്നാലും അവിടെ നിൽക്കും. അല്ലാത്ത സമയത്ത് പോയിരുന്നിട്ട് ഈ മുണ്ട് നെയ്യും, ഖാദി മുണ്ടുകൾ നെയ്യും, തറയിൽ നെയ്യും. ആ തറയിലെടുത്ത മുണ്ടുകൾ വരുന്ന ആളുകൾക്ക്, ഇവിടെ സന്ദർശിക്കാൻ വരുന്ന ആളുകൾക്ക് കൊടുക്കും. സമരമാണ്. 603 ദിവസം നീണ്ടുനിന്ന ആ സമരം ജ്വലിപ്പിച്ചു നിർത്തി. ഒരു സമയത്തിൽ ഗാന്ധി പറയുകയാണ്, ഗാന്ധിയെ ബ്രിട്ടീഷുകാർ കൗശലക്കാരനായ സമര നേതാവെന്ന് വിശേഷിപ്പിക്കുന്നതെന്ന് ബോബി തോമസിൽ പറയുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നുന്നു കൗശലക്കാരനായ സമരനായകനാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ സമര നേതാക്കളോട് അദ്ദേഹം ഉപദേശിക്കുകയാണ്, ഇങ്ങനെ പോയാൽ നമ്മൾ സമരം ജയിക്കില്ല, നമുക്ക് സവർണരുടെ കൂടെ പിന്തുണ വേണം. അതിന് അദ്ദേഹം ചില ആളുകളെയൊക്കെ പറയുന്നുണ്ട്. പിന്നീടാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 100 വർഷക്കാലം മുമ്പ് കേരളത്തിലെ അധസ്ഥിത വിഭാഗന്മാർക്ക് നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരം വരെ കേരളത്തിലെ സവർണ പ്രമാണിമാർ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ഒരു ജാഥ നടത്തുമ്പോൾ ഇപ്പം അങ്ങനെ നടത്താൻ പറ്റുമോ? നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. 100 കൊല്ലം മുമ്പാണ്. പോകുന്ന വഴിയിൽ TK മാധവന്റെ അമ്മ ഒരു മൊന്തയിൽ
കഞ്ഞി കൊടുക്കുന്നുണ്ട്, ഗോതമ്പ് കഞ്ഞി അവർക്ക്, മന്നത്ത് പത്മനാഭൻ. അതൊക്കെ വളരെ സിംബോളിക്കായിട്ടുള്ള ആ സമരത്തിലെ ഒരു ഐക്യമാണ് കാണുന്നത്. ഗാന്ധി, ഞാൻ കരുതുന്നത് ഗാന്ധി അതിനെ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിട്ടല്ല കണ്ടത്. ഹിന്ദു സമൂഹത്തിലുള്ള, ഹിന്ദു മതത്തിലുള്ള ഒരു ആന്തരികമായ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിട്ടാണ് അത് കണ്ടത്. ഒരുപക്ഷെ ഇതിൽ ആ വിവാദങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ജോർജ് ജോസഫിനോട് ഉൾപ്പെടെയുള്ള നോൺ ഹിന്ദുസിനോട് സമരത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറയുന്നതിൻ്റെ ഉദ്ദേശവും അത് ആ സമൂഹത്തിൽ തന്നെ നടക്കേണ്ട, ഹിന്ദു സമുദായം നമുക്കറിയാം ജാതി വ്യവസ്ഥകൾ കൊണ്ടും പഴയ വർണ്ണാശ്രമങ്ങൾ കൊണ്ടും ഒക്കെ നിലനിൽക്കുന്ന ഒരു സംസ്കൃതിയാണ്. ഇന്ന് പറയുന്ന ഹിന്ദുത്വ അല്ല ഗാന്ധിയുടെ ഹിന്ദുവും ഇന്നത്തെ ഹിന്ദുത്വയും തമ്മിൽ ചേർത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ് നമുക്കുണ്ടാവുന്നത്. അത് രണ്ടാണ്. ഗാന്ധി രാമരാജ്യം നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞത് ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? അന്ന് ആളുകളോട് 40 കോടി വരുന്ന ദരിദ്രനാരായണന്മാരോട്, പത്രം പോലും വായിക്കാത്തവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അപ്പൊ അദ്ദേഹം ഏറ്റവും എളുപ്പത്തിൽ രാമകഥ അല്ലെങ്കിൽ രാമായണ കഥ ഇന്ത്യയിലെ നിരക്ഷരായ ആളുകളുടെ പോലും മനസ്സിലുണ്ട്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ഞാനൊരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പബ്ലിക് തരാം എന്ന് പറഞ്ഞാൽ എത്ര ഇന്ത്യക്കാർക്കെന്ന് മനസ്സിലാവും? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു രാമരാജ്യം തരാം. രാമരാജ്യം അവരുടെ സങ്കല്പത്തിൽ നീതിനിഷ്ഠമായ ഒരു സമ്പ്രദായമുള്ള ഒരു ഭരണ സമ്പ്രദായമാണ്. അപ്പൊ ആ രാമരാജ്യത്തിലേക്ക് നിങ്ങളെ ഞാൻ കൈപിടിച്ചു കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ ഇന്ന് പറയുന്ന രാമരാജ്യവും ഗാന്ധിയുടെ രാമരാജ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഗാന്ധി ഈ ഒരു പോരാട്ടത്തിൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. അദ്ദേഹം ഐക്യത്തിനെതിരായി ശക്തമായ നിലപാടെടുത്തു. ഇവിടെ റഹീം പറയുന്നുണ്ട്, ഒരു ദളിത് യുവതിയെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആശ്രമത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇറങ്ങിപ്പോയി. ഗാന്ധിയുടെ ആശ്രമത്തിൽ നിന്ന് ഇതൊന്നുകൂടെ പറ്റില്ല എന്ന് പറഞ്ഞു. ദളിത് യുവതിയെ, ലക്ഷ്മിയെ ദത്തെടുത്തപ്പോൾ സംഭാവന മുഴുവൻ നിരച്ചു. അടുത്ത മാസത്തേക്ക് ഒരു പണവും ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ടുവന്നു, ദൈവം കൊണ്ടും തരും എന്ന് പറഞ്ഞു പണം, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പൊ ഐക്യത്തിനെതിരായി അദ്ദേഹം സിംബോളിക്കായി കാര്യങ്ങൾ ചെയ്തു. ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ് ഈ സ്കവഞ്ചറിന്റെ ജോലി ചെയ്തിരുന്നത്. അദ്ദേഹം സ്വയം കക്കൂസുകൾ വൃത്തിയാക്കി അവരോടൊപ്പം ഐഡന്റിഫൈ ചെയ്തു, ഇത് അവർ മാത്രം ചെയ്യേണ്ട ജോലിയല്ല എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അദ്ദേഹം അവരോടൊപ്പമാണ്, അവരുടെ കൂടെയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഐക്യത്തിനെതിരായിട്ടുള്ള പോരാട്ടവും ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ദളിതരുടെ ആ തരത്തിൽ അംബേദ്കർ വിവശിച്ചതുപോലുള്ള ഒരു സ്വത്വവും ഒരുപക്ഷെ ഹിന്ദുവിൽ പിളർപ്പുണ്ടാക്കാൻ കാരണമാകും. അദ്ദേഹം ഹിന്ദുക്കളെയും മുസൽമാന്മാരെയും സിഖുകാരെയും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരായി രാജ്യത്തെ മുഴുവൻ ഒന്നിപ്പിച്ചു നിർത്താൻ നടത്തിയ ശ്രമത്തിനിടയിൽ ഹിന്ദു വിഭാഗത്തിനിടയിൽ സവർണ വിഭാഗവും അവർണ വിഭാഗവും എന്ന് പറഞ്ഞുള്ളൊരു പോരാട്ടം നടന്നാൽ അത് രാജ്യത്തെല്ലായിടത്തും വലിയ കുഴപ്പങ്ങളിലേക്ക് അത് വഴിതെളിക്കും. രാജ്യത്ത് സംഘർഷം വർദ്ധിക്കും. അത് തൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തെ അത് കളങ്കപ്പെടുത്തും. ആ പ്രധാനപ്പെട്ട ലക്ഷ്യത്തെ അത് ദുർബലപ്പെടുത്തും എന്നുള്ള ഒരു ആദി അദ്ദേഹത്തിനുണ്ട്. അത് ബോബി തോമസ് നന്നായിട്ട് അത് വരച്ചു കാട്ടുന്നുണ്ട്. അതേ അവസരത്തിൽ അപ്പുറത്ത് അംബേദ്കർ, ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ ജീവിതത്തിലും താൻ കാണുന്ന ലോകത്തും അവരനുഭവിച്ചു വരുന്ന പ്രയാസങ്ങൾ പരിഹരിക്കുക. അപ്പൊ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഹിന്ദുവിലെ സവർണ വിഭാഗമാണ്. അദ്ദേഹം ഹിന്ദുവിനെ കണ്ടത് അദ്ദേഹം കണ്ട ഹിന്ദുവിൽ അവർണ വിഭാഗങ്ങളില്ല. അത് സവർണ വിഭാഗങ്ങളുടെ മേധാവിത്വവും അപ്രമാദിത്വവും മാത്രമുള്ള ഒരു സമുദായമാണ്. ആ സമുദായത്തിൽ ദളിതരില്ല, അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളില്ല. അതുകൊണ്ട് ഞങ്ങൾ ഹിന്ദുവല്ല എന്നാൽ ഞങ്ങൾക്കൊരു സ്വത്വബോധമുണ്ട്. അപ്പോൾ ആ സ്വത്വബോധത്തിൽ അധിഷ്ഠിതമായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എടുത്ത നിലപാടാണ്. പിന്നീട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, പിന്നീട് അവർ വരുന്ന സംഘർഷമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധി ഒറ്റയ്ക്ക് പോയി ഇന്ത്യയെക്കുറിച്ച് പ്രതിനിധാനം ചെയ്യുന്നതും ബ്രിട്ടീഷുകാർ സ്പോൺസർ ചെയ്തു കൊണ്ടുവന്ന ആളുകൾ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ വിപുലമാക്കുന്നതും പിന്നീട് അംബേദ്കർ ഗാന്ധിയെ വിമർശിക്കുന്നതും അവസാനം പിന്നോക്കക്കാർക്ക് വേണ്ടി, അതായത് പട്ടികജാതിക്കാർക്ക് വേണ്ടി പ്രത്യേക നിയോജക മണ്ഡലം ഉണ്ടാക്കി അവർ മാത്രം അവർക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കുന്ന പ്രത്യേക ഇലക്ട്രേറ്റുകൾ രൂപീകരിക്കാനുള്ള ശ്രമത്തിനെതിരായി ഗാന്ധി എറവാദ ജയിലിൽ നിരാഹാര സത്യാഗ്രഹം തുടങ്ങുന്നതും ആ നിരാഹാര സത്യാഗ്രഹത്തിന് രാജ്യത്തെല്ലാം പിന്തുണ വർദ്ധിക്കുന്നതും
പിന്നീട് അംബേദ്കറും ഗാന്ധിയും തമ്മിൽ സംസാരിക്കുന്നതും ഒത്തുതീർപ്പുകൾ ഉണ്ടാകുന്നതും അതിൻ്റെ ഫലമായി പൂന കരാറിലേക്ക് പോകുന്നതും എല്ലാമുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളെ കൃത്യമായ ആണ് ഇവിടെ ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഞാൻ മുഴുവൻ പറഞ്ഞാൽ നിങ്ങൾ പുസ്തകം വായിക്കില്ല. അത്രയും രസകരമായിട്ടാണ്, വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇവർ തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നില്ല. അതിൽ അംബേദ്കറുടെ ഒരു പ്രസംഗം കോട്ട് ചെയ്യുന്നുണ്ട്. 1955 അദ്ദേഹം പട്ടികജാതിക്കാർക്ക് അവരുടെ കൃഷി ചെയ്യാൻ ഉപയുക്തമായ താമസ സ്ഥലം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അംബേദ്കർ പറയുന്നു, ആ പ്രോജക്റ്റിന് ഗാന്ധി ട്രസ്റ്റ് ഫണ്ട് അല്ലെ എന്ന് പേരിടണമെന്നാണ് പറയുന്നത്. അതെന്താ? ഗാന്ധി അവർക്ക് വേണ്ടി നിന്ന ആളായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗാന്ധി ദളിത് വിരുദ്ധനാണെന്ന് ഒരു സ്ഥലത്തും അംബേദ്കർ പറഞ്ഞിട്ടില്ല. ദളിത് വിരുദ്ധനാണ് ഗാന്ധി എന്ന് ആർക്ക് പറയാൻ കഴിയും? അംബേദ്കർ അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം അവർക്ക് വേണ്ടി നിന്ന ആളാണ്. പൂന കരാറിൽ എത്തുന്നതിന് മുമ്പ് അവർ നടത്തിയ സംഭാഷണത്തിൽ എന്നെ പോലും വിസ്മയിപ്പിച്ചു ഗാന്ധി അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്നാണ് അംബേദ്കർ പറയുന്നത്. എനിക്ക് ബോബി തോമസിനോടുള്ള നന്ദി. ഇന്ന് ഈ സ്വയം പ്രഖ്യാപിത ഗാന്ധിയന്മാരും സ്വയം പ്രഖ്യാപിത അംബേദ്കറിസ്റ്റുകളും, ഒരുത്തൻ ഗാന്ധിയനായാൽ അംബേദ്കറിനെതിരായി, അംബേദ്കറിസ്റ്റായ ഗാന്ധിക്കെതിരായി എന്ന് പറയുന്ന ആ തെറ്റിദ്ധാരണയാണ് ബോബി തോമസ് ഈ പുസ്തകത്തിൽ പൊളിച്ചെടുക്കുന്നത്. രണ്ട് മഹാന്മാരായ മനുഷ്യർക്ക് വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള, അവരുടെ വീക്ഷണകോണിൽ നിന്ന് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവരുടെ ചിന്തയെ ഇന്നത്തെ കാലത്ത് വ്യാഖ്യാനിച്ച് മോശം ആക്കിയതാണ് ബോബി തോമസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വലിയ ശ്രമമാണ് ഈ പുസ്തകം. ഗാന്ധി വിമർശിക്കപ്പെടുന്നുണ്ട് പുസ്തകത്തിൽ, അംബേദ്കർ വിമർശിക്കപ്പെടുന്നുണ്ട്. ബിനോയ് പറഞ്ഞതുപോലെ അവരാരെങ്കിലും വിമർശനത്തിന് അതീതരാണോ? വിമർശനത്തിന് അതീതരല്ല. ഗാന്ധിനെ അംബേദ്കർ മനുസ്മൃതി കത്തിച്ചു, ഗാന്ധി മനുസ്മൃതിയിലുണ്ട്. പക്ഷെ ഗാന്ധി മനുസ്മൃതിയിൽ വിശ്വസിക്കുമ്പോഴും ഗാന്ധി പറഞ്ഞത് എന്താ? അതിലെ ദളിത് സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ പിന്നീട് എഴുതി ചേർക്കപ്പെട്ടവരാണ്. അതും ഇതുമായിട്ട് യാതൊരു യോജിപ്പില്ല മനുസ്മൃതിയുമായി. അപ്പൊ മനുസ്മൃതിയിലെ നല്ല വശങ്ങളെ ഗാന്ധി അംഗീകരിക്കുന്നുള്ളൂ. ദളിത് സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ പിന്നീട് എഴുതി ചേർക്കപ്പെട്ട, ഞാൻ ചോദിക്കട്ടെ, എത്രമാത്രം ഇതിഹാസങ്ങളിൽ, പുരാണങ്ങളിൽ, പഴയ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പിന്നീട് ആളുകൾ ഈ പൗരോഹിത്യവും ഭരണകൂടവും എന്തെല്ലാം വിക്രിയകൾ കാട്ടിയിട്ടുണ്ട്, എന്തെല്ലാം തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. എത്ര മതചിന്തകളെ വ്രണപ്പെടുത്തിയിട്ടുണ്ട്, എത്ര മതപരമായ ആചാരങ്ങളെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഓരോ കാലത്തും ഉണ്ടായ പൗരോഹിത്യവും ഭരണകൂടവും എല്ലാം അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഇതിന് ദുർവ്യാഖ്യാനം നൽകി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇതാണ്. അപ്പൊ ഗാന്ധി കണ്ട ഹിന്ദു, ഗാന്ധി ഒരു സനാതന ഹിന്ദു ആയിരുന്നു അദ്ദേഹം. അതാ പിന്നെ എന്തിനാണ് ഈ സവർക്കറും ഗോഡ്സെ, ഗാന്ധി എന്തിനാ വെടിവെച്ചു കൊന്നത്? ഗാന്ധി എല്ലാവരെയും ചേർത്ത് നിർത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതാണ് ഹിന്ദു വിരുദ്ധനായിട്ട് അവർ ആക്ഷേപിച്ചത്. അവരുടെ ഹിന്ദുത്വയുടെ വിരുദ്ധ നിലപാടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അത് നമ്മൾ പറയും വെസ്റ്റേൺ സെക്യുലറിസം എന്ന് പറയുന്നത് എന്താ? റിജക്ഷൻ ഓഫ് റിലീജിയനാണ്, മതത്തിന്റെ പൂർണ്ണമായ നിരാസമാണ്. ഇന്ത്യൻ സെക്യുലറിസം ഗാന്ധിയുടെ കാഴ്ചപ്പാടെന്താ? റിജക്ഷൻ ഓഫ് റിലീജിയൻ അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ള മതവിശ്വാസങ്ങൾ അത് പുലർത്തുന്ന ആളുകളെ കൂടി അവർക്കും അതിനുള്ള അവകാശമുണ്ട് എന്ന് നിങ്ങൾ കൂടി അംഗീകരിക്കുന്നതാണ്. ഞാൻ എപ്പോഴും പറയും, ഞാൻ ഇപ്പോൾ ഹിന്ദു മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ നേർക്ക് ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ അവൻ്റെ മുമ്പിൽ പോയി നിന്ന് അവനെ സംരക്ഷിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോഴാണ് ഇന്ത്യയുടെ മതേതരത്വം അർത്ഥപൂർണമാകുന്നത്. അതാണ് വെസ്റ്റേൺ സെക്യുലറിസവും അല്ലെങ്കിൽ പൗരസ്ത്യ സെക്യുലറിസവും ഈ വെസ്റ്റേൺ സെക്യുലറിസവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. ഇന്ത്യയിലെ സെക്യുലറിസം എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതുമാണ്. അപ്പൊ സ്വാതന്ത്ര്യ സമരത്തിലും പൂർണ്ണ സ്വരാജിലേക്കുള്ള യാത്രയിൽ ഹിന്ദു വിഭാഗത്തിൽ അവർണരും സവർണരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകാതിരിക്കാൻ ഗാന്ധി ശ്രദ്ധിച്ചതുകൊണ്ട് ഗാന്ധി ദളിത് വിരുദ്ധനും സനാതന ഹിന്ദുവുമായി ചിത്രീകരിക്കപ്പെടുന്നത് ചരിത്രത്തോടുള്ള അനാദരവ് തന്നെയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ എഴുത്തുകാരി അരുന്ധതി റോയിയെ നമുക്കിഷ്ടമാണ് അല്ലേ? അരുന്ധതി റോയി എഴുതുന്നതെല്ലാം വായിക്കുന്നവരാണ്. പക്ഷെ അരുന്ധതി റോയിയുടെ ഗാന്ധി വിമർശനത്തെ ആ 2 ചാപ്റ്ററാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും മനോഹരമായി എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. അരുന്ധതി റോയിക്ക് ബോബി തോമസ് കൊടുക്കുന്നൊരു മറുപടി എത്ര എലഗൻ്റ് ആയിട്ടുള്ള ഒരു മറുപടിയാണെന്നറിയാവുന്നത്. അതാണ് നിങ്ങൾ വായിക്കുന്നത്. ഞാൻ പറയുന്നില്ല, നിങ്ങൾ വായിക്കാൻ വേണ്ടി ഞാൻ പറയുന്നില്ല. അതിമനോഹരമായ മറുപടി. കേവല യുക്തി കൊണ്ടല്ല ഇത്തരം കാര്യങ്ങളെ വിലയിരുത്തുന്നത് എന്ന് മാത്രമേ ഞാൻ പറയൂ. എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ
അതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും രസകരമായ, എനിക്ക് ഓരോരുത്തർക്ക് നിങ്ങൾ വായിക്കുമ്പോൾ ഓരോ ആംഗിളാണ്. എനിക്ക് എന്നെ ഏറ്റവും ആകർഷിച്ചത് ആ 2 ചാപ്റ്ററാണ്. അപ്പോൾ ചരിത്രത്തിലേക്ക് കൂടുതൽ കൂടുതൽ അന്വേഷണം നടത്താൻ, പഴയ കാര്യങ്ങൾ വീണ്ടും അറിയാൻ, കൂടുതൽ വായിക്കാൻ, ചരിത്ര സത്യങ്ങളെ മനസ്സിലാക്കാൻ, തെറ്റിദ്ധാരണകളെ മാറ്റാൻ 2 മഹത് വ്യക്തികളെ, അവർക്ക് മൈനസ് ഉണ്ടാവും ജീവിതത്തിൽ, അല്ലെങ്കിൽ അവർ എടുത്ത നിലപാടുകളിലൊക്കെ ചിലപ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ ടോട്ടാലിറ്റി എന്താണ്? ആ 2 മനുഷ്യരുടെ ടോട്ടാലിറ്റി എന്താണ്? ഇനി ഇതെല്ലാം പറയുന്നവർ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ഗാന്ധിയുടെ മാത്രമല്ല, നെഹ്റുവിൻ്റെ കൂടി നിതാന്ത വിമർശകനായിരുന്നു ഡോക്ടർ അംബേദ്കർ, അല്ലേ? അധികാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ഗാന്ധിയും നെഹ്റുവും കൂടി എന്താ ചെയ്തത്? ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭയുടെ നിയമമന്ത്രിയാക്കി ഡോക്ടർ അംബേദ്കറിനെ, ഇല്ലേ? ഇന്ത്യയുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാക്കി. ഇപ്പോഴാണെങ്കിൽ അംബേദ്കറുടെ വീട്ടിൽ ED കയറിയാണ്. അല്ലേ? എന്തൊരു വിശാലമായ കാഴ്ചപ്പാടായിരുന്നു ആ വലിയ മനുഷ്യരുടെ. നിതാന്ത വിമർശകനായിരുന്നു. പറഞ്ഞില്ല, ഇപ്പൊ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് കോട്ട് ചെയ്യുന്നുണ്ട്. ഗാന്ധിയെ അംബേദ്കർ വിമർശിക്കുന്നതും ഗാന്ധി അതിന് മറുപടി പറയുന്നതും ഒക്കെ വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ അകത്ത് വിമർശിക്കുന്നു. ആ വിമർശനം നിലനിൽക്കെ തങ്ങളുടെ നിലപാടുകളെ വിമർശിക്കുന്ന ഒരാളെ മന്ത്രിസഭയിലെ നിയമമന്ത്രിയാക്കി ഇന്ത്യയുടെ ഭാവിയിലേക്കുള്ള ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാക്കാൻ അത് അദ്ദേഹം ഏറ്റെടുക്കുന്ന. എന്നാൽ എന്നെ വിമർശിക്കുന്നവരാണ് എന്നെ ക്ഷണിക്കുന്നത്, ഞാൻ അതുകൊണ്ട് പോവില്ല, ഞാൻ വരില്ല, എനിക്കിത് പറ്റില്ല എന്നല്ല. അപ്പൊ അദ്ദേഹം വിചാരിച്ചു ഇതൊരു വലിയ അവസരമാണ്. തൻ്റെ ചിന്താധാരകളെ, താൻ വിശ്വസിച്ചു വരുന്ന പ്രമാണങ്ങളെ, ഈ ദളിതരുടെ സ്വത്വത്തെ, അല്ലെങ്കിൽ അവർക്കുള്ള പ്രത്യേകമായ സംരക്ഷണത്തെ, ഭരണഘടനാപരമായ സംരക്ഷണത്തെ തൻ്റെ നേതൃത്വത്തിൽ അത് ചെയ്യാൻ കഴിയും, അതിനുള്ള അവസരമാണ് എനിക്കിവർ തന്നിരിക്കുന്നത് എന്ന് കരുതി അദ്ദേഹം അവരുമായിട്ട് പിന്നെ എന്ത് സംഘർഷമാണ് ഉണ്ടായത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അങ്ങനെ ഒരു അംബേദ്കറിസവും ഗാന്ധിസവും തമ്മിൽ ഏറ്റുമുട്ടിയോ? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച്, നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിനെ കുറിച്ച്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനെ കുറിച്ച്, മൈനോറിറ്റിയെ കുറിച്ച് ഒക്കെയുള്ള വിശദമായ ചർച്ചകൾ വന്നപ്പോൾ പലപ്പോഴും കൺക്ലൂഡ് ചെയ്തത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്, പലപ്പോഴും കൺക്ലൂഡ് ചെയ്തത് ഡോക്ടർ അംബേദ്കറാണ്. ആർട്ടിക്കിൾ 21 ഏറ്റവും വളരെ വിശദമായ ചർച്ച മറ്റ് ലോകത്തിലെ ഭരണഘടനകളെല്ലാം വെച്ചുകൊണ്ട് ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ചർച്ചകളിൽ വളരെ മനോഹരമായി ഡോക്ടർ അംബേദ്കർ ആ ഡിബേറ്റ് അവസാനിപ്പിക്കുന്നുണ്ട്. ആ ഡിബേറ്റ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 21 ദീർഘ ദിവസക്കാലം നീണ്ടുനിന്ന ഡിബേറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന അംബേദ്കറുടെ പ്രസംഗം കേട്ടാൽ എന്തൊരു വലിയ മനുഷ്യനായിരുന്നു അതെന്ന് നമുക്ക് ബോധ്യമാവും. 2 വലിയ മനുഷ്യരെ നമ്മൾ വിസ്മരിക്കരുത്. ആ 2 വലിയ മനുഷ്യരും നമ്മുടെ ലെഗസിയുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ലെഗസിയുടെ, നമ്മുടെ ചരിത്രത്തിൻ്റെ, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ, നമ്മുടെ ഇതൊക്കെ വെറുതെ ഉണ്ടായതാണോ? ഭരണഘടന എന്ന് പറയുന്നത് വെറുതെ ഒരു സുപ്രഭാതത്തിൽ ആകാശത്തുനിന്ന് പൊട്ടി വീണതാണോ? സെക്യുലറിസം പൊട്ടി വീണതാണോ? ഡെമോക്രസി പൊട്ടി വീണതാണോ? അത് ഇന്ത്യയുടെ പാരമ്പര്യത്തിൻ്റെ, അതിൻ്റെ തുടർച്ചയായ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ, അതിൻ്റെ എല്ലാം പ്രോഡക്റ്റാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതിലേക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുത്തി എടുക്കുന്നതിന് വർഷങ്ങളായി, ഒരു നൂറ്റാണ്ടായി പ്രവർത്തിച്ചു വരുന്ന വലിയ വലിയ മനുഷ്യരുടെ സംഭാവനകൾ, കാലത്തിൻ്റെ മുൻപേ നടന്ന മനുഷ്യരുടെ സംഭാവനകൾ, അതാണിന്ന് നമ്മൾ നെഞ്ചിലേറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തകർക്കാൻ ശ്രമിക്കുമ്പോഴാണ്, അതിനെയാണ് നാം ചെറുത്തു തോൽപ്പിക്കേണ്ടത്. അല്ലാതെ ഗാന്ധിയും അംബേദ്കറും തമ്മിലുള്ള സംഘർഷം അല്ല. ഗാന്ധിയെയും അംബേദ്കറിനെയും ഇവരൊക്കെ എന്താ ഇപ്പൊ ആരാധകരാണോ? അംബേദ്കറിന്റെ ആരാധകരാണോ ഇവർ ഗാന്ധിയുടെ ആരാധകരാണോ? അല്ല, ചോദിക്കുന്നുണ്ട്. നരേന്ദ്രമോദി പോയി ഗാന്ധിയെ മാലയിട്ടു, അതുകൊണ്ട് ഗാന്ധി ഹിന്ദുത്വയുടെ ആളാവോ? നരേന്ദ്രമോദി ഗാന്ധിയുടെ ആരാധകനാവോ? അങ്ങനെയാണെങ്കിൽ പാർലമെന്റിൽ തൊട്ട് നമസ്കരിച്ചിട്ടാണല്ലോ അകത്തേക്ക് കയറിയത്. അകത്തേക്ക് കയറിയിട്ട് ചെയ്തതാണോ? ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല. അതൊക്കെ തെറ്റിദ്ധാരണ ജനകമായ കാര്യങ്ങളാണ്. നമുക്കൊരു വലിയ മഹിതമായ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തെ നമുക്ക് സംഭാവന ചെയ്ത വലിയ നേതാക്കളുണ്ട്. അവരെ നമ്മൾ വിമർശിക്കാം, പക്ഷെ അവരെ കളങ്കപ്പെടുത്തുകയോ അവരുടെ മുഖത്ത് കരിവാരി തേക്കുകയോ ചെയ്യരുത്. അവർ ശത്രുക്കളായിരുന്നു എന്ന് നമ്മളും വ്യാഖ്യാനിച്ച് വരുത്തരുത്. ഈ പുസ്തകം നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ബോബി തോമസിനെ പ്രത്യേകമായി, നമ്മളിപ്പോൾ എല്ലാ പുസ്തക പ്രകാശത്തിലും പോയി എല്ലാ പുസ്തകവും ഭയങ്കര അതല്ല, ഇത് വായിക്കപ്പെടേണ്ട പുസ്തകം തന്നെയാണ് എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം പ്രിയങ്കരനായ എൻ്റെ സ്നേഹിതൻ ശ്രീ ബിനോയ് വിശ്വത്തിന് നൽകി പ്രകാശനം ചെയ്തതായി ഞാൻ അറിയിക്കും.